എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ സ്നേഹിച്ചവരെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി ചങ്ക് പോലെയൊക്കെ സ്നേഹിച്ചവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭങ്ങൾ, പക്ഷേ നമ്മൾ പ്രണയിക്കുന്നവരാവാം, അങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷനിലോട്ടും ഒരുപാട് വിഷമങ്ങളിലോട്ടൊക്കെ പോകുന്നതായിട്ട് നമുക്ക് ജീവിതം വരെ തകർത്ത് കളയും, പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവം എന്താണ് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മളോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളോട് എന്താണ് ചെയ്യാനായിട്ട് പറയാം, അതാണ് നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ വരെ ഞാൻ നിങ്ങളെ ബൈബിളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. എൻ്റെ കൂടെ നിന്ന് നിങ്ങളൊന്ന് യാത്ര ചെയ്യണം. ഈശോ, നമുക്കറിയാം, ദൈവം ചങ്ക് പോലെ സ്നേഹിച്ച ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരിൽ എല്ലാവരെയും ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചു. ഒത്തിരി സ്നേഹിച്ച ശിഷ്യന്മാരുണ്ട്, പല രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ശിഷ്യന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈശോ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ സ്പെഷ്യലായിട്ട് സ്നേഹിച്ച ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ശിഷ്യൻ്റെ പേര് യൂദാസ് കറിയോത്ത എന്നായിരുന്നു. യൂദാസിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചിരുന്നു. നമുക്കറിയാം, ഈ ശിഷ്യന്മാരിലെ ഈ യൂദാസ് ഒഴികെ ബാക്കിയുള്ള 11 ശിഷ്യന്മാരും ഗലീലിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. പക്ഷേ യൂദാസ് മാത്രം വേറൊരു സ്ഥലത്ത് നിന്ന് വന്നൊരു ശിഷ്യനായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു എൻ്റെ കൊറോണയുടെയൊക്കെ സമയത്ത് ക്വാറൻറ്റൈനിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ക്വാറൻറ്റൈനിൽ നിന്ന സമയത്ത് എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ നിന്നിരുന്ന റൂമിൽ 3 പേര് കാസർഗോഡുള്ളവരായിരുന്നു. അപ്പോൾ ഈ കാസർഗോഡുള്ളവരെ അവരുടെ ഭാഷയിൽ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്കതൊന്നും ചിലതൊന്നും മനസ്സിലാവുകയൊന്നും ചെയ്യണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയും, പക്ഷേ അവരവരുടെ ഭാഷയിൽ പറയും. പക്ഷേ എനിക്ക് പറയുന്നൊന്നും മനസ്സിലാവണില്ല അവർ പറയുന്നത്. പക്ഷേ എനിക്ക് അവരുടെ കൂടെ കൂടാനും പറ്റുന്നില്ല. എന്നെ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം അവരവരുടേതായ രീതിയിലുള്ള അവരുടെ സംസ്കാരത്തിൽ നിന്നുള്ള അവരുടെ ഭാഷയിലൂടെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അതുപോലെ തന്നെ ഈ യൂദാസ്, വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന യൂദാസ് പലപ്പോഴും ആ ശിഷ്യന്മാരെ, ആ ഗലീലയിൽ നിന്ന് വന്ന ആ 11 ശിഷ്യന്മാരും ഇങ്ങനെ ഒറ്റപ്പെടുത്തിയ സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യൂദാസിന് ഭയങ്കര വിഷമം. ഇങ്ങനെ അവരുടെ കൂടെ കൂടാനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ യൂദാസ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈശോ ഇത് കണ്ടു. ഈശോ ഇങ്ങനെ യൂദാസിനെ ഒത്തിരി ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ വിചാരിച്ചു, യൂദാസ് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് ശരിക്ക് ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ പണത്തിൻ്റെ കാര്യങ്ങൾ ഇവർ സുവിശേഷ പ്രഘോഷണം ചെയ്യണം. അപ്പോൾ അതിന് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കൊടുക്കുന്ന ദശാംശം കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ട് ആ ഒരു പൈസ കൊണ്ടാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശിഷ്യന്മാർ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പൈസയുടെ കൺട്രോള് ഈശോ ഏൽപ്പിക്കേണ്ടത് ശരിക്കും ആരെയായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ശരിക്കും അത് ചുങ്കക്കാരനായ മത്തായി. കാരണം മത്തായിക്കാണ് ഈ ഒരു പൈസ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും അതിൽ ഏറ്റവും യോഗ്യൻ മത്തായി ആയിരുന്നു ഈ പണപ്പെട്ടി കർത്താവ് ഏൽപ്പിക്കേണ്ടായിരുന്നത്. പക്ഷേ ഈശോ യൂദാസിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നത് കൊണ്ട് ആ പണപ്പെട്ടി സൂക്ഷിക്കാനായിട്ട് യൂദാസിനെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ യൂദാസ്, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഈ യൂദാസ് ആ ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഈശോ ആഗ്രഹിച്ചു. അങ്ങനെ പണപ്പെട്ടിയുടെ ഉത്തരവാദിത്വം യൂദാസിനെ ഏൽപ്പിച്ചു. ബാക്കി എല്ലാവരും എന്തൊരു കാര്യം വരുമ്പോഴത്തേക്കും അവർക്കറിയാം, പൈസയുള്ള യൂദാസിൻ്റെ അടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥ. അങ്ങനെ യൂദാസ് പെർമിഷൻ കൊടുത്ത മാത്രമാണ് ഇവർക്കൊരു കാര്യം ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകാനൊക്കെ ഈ യൂദാസിൻ്റെ പെർമിഷൻ വേണം. അവർ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, യൂദാസിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. കാരണം യൂദാസിനാണ് പൈസയുടെ കാര്യം അറിയുള്ളൂ. അങ്ങനെ അവർ പോയിട്ട് യൂദാസിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ മുൻപന്തിയിലോട്ട് യൂദാസിനെ കൊണ്ടുവന്നു. അത്രയൊരു സ്നേഹത്തോടെ
യൂദാസിനെ ഈശോ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ യൂദാസ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. യൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. നമുക്കറിയാം, അവസാന സമയങ്ങളിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ലോകത്തിലാദ്യമായിട്ട് ദിവ്യകാരുണ്യം യൂദാസിനാണ് ഈശോ കൊടുക്കുന്നത്. ഇവിടെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് യൂദാസിനെ. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യം ഇത്രയും വലിയ തൻ്റെ ശരീരവും തൻ്റെ രക്തവും അവൻ കൊടുത്തത്. തന്നെ അത്രയും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ്. ഇവിടെ അങ്ങനെ അത് കൊടുത്തിട്ടും വചനം പറയാണ്, അല്ലെങ്കിൽ ബൈബിൾ പറയാണ്, ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. കാരണം ഈ യൂദാസ് ദൈവത്തെക്കാളധികം പണത്തെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടെ അവൻ മെല്ലെ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യൂദാസ് ഒറ്റുകൊടുക്കുകയാണ്. യൂദാസ് ഒറ്റുകൊടുത്ത സമയത്ത് യൂദാസിനെ കുറ്റബോധവും നിരാശയും എല്ലാം കൂടെ വന്നപ്പോൾ യൂദാസ് പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലെങ്കിലും യൂദാസ് മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു, തിരിച്ച് ആ ദൈവസ്നേഹത്തിലോട്ട് വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വേദന, ഈശോ അനുഭവിച്ച ഒരു വേദന, താൻ ഇത്രയും സ്നേഹിച്ച ശിഷ്യൻ തന്നെക്കാളും കൂടുതൽ പണത്തെ സ്നേഹിച്ച് തന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോയപ്പോഴും അവസാനം വരെ ഈശോ കാത്തിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന് ഈശോ കാത്തിരുന്നു, അവനെ സ്നേഹിച്ചു. പിന്നീട് അവൻ ആത്മഹത്യ ചെയ്തു. ഇവിടെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോഴും നമ്മൾക്ക് ഈശോയുടെ മനോഭാവം ഉണ്ടായിരിക്കണം. ഈശോയുടെ മനോഭാവത്തിൽ നമ്മളായിരിക്കണം. സോ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.